എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശബരിമലയെ സംബന്ധിച്ചും അത് ഉയർത്തുന്ന രാഷ്ട്രീയത്തെ സംബന്ധിച്ചും 2017 മുതൽ 18 ഒരു പൊള്ളയായ തീരുമാനം, കരുണയില്ലാത്ത തീരുമാനം, ഉത്തരവാദിത്വമില്ലാത്ത തീരുമാനം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ കൈക്കൊണ്ടതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ സാമൂഹികമായ അസ്വസ്ഥത, അവകാശ ലംഘനം, ഇതിന്റെ ഒക്കെ തുടക്കം കുറിക്കുന്നത് 2017 പക്ഷെ ആ നീക്കങ്ങളൊക്കെ രാഷ്ട്രീയപരമായി തന്നെ മൂടിവെച്ച് കൊണ്ട് നടന്ന അവസാനം 2018 നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അതിന്റെ മുറിവിന്നും ഉണങ്ങിയിട്ടില്ല. അതിനെതിരെയുള്ള വിശ്വാസ സമൂഹത്തിന്റെ പടനീക്കം അതെന്നും തളർന്നിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ലക്ഷണമാണ് ഈ ജനസഞ്ചയം. ഞാൻ നമിക്കുന്നു നിങ്ങളെ. ഇതിന് 2 വശങ്ങളുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് ഇന്നും തുടരുന്ന അതേ കിരാത ഭരണത്തിന്റെ ദുഷ്ടലാക്കുകൾ നിരന്തരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും ഉത്തരവാദപ്പെട്ട ഒരു പ്രതിപക്ഷത്തിന് ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ട് തന്നെ വിശ്വാസ സമൂഹത്തെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ പോരായ്മ അത് ജനങ്ങൾ മനസ്സിലാക്കണം. എല്ലാ മതത്തിലും വിശ്വാസികളുണ്ട്. എല്ലാ മതത്തിലെയും വിശ്വാസികൾക്ക് അവരുടെ ആചാര അവകാശങ്ങളുണ്ട്. അതും ചോദ്യം ചെയ്യുന്നവരെ നിലയ്ക്ക് നിർത്തുന്ന ഒരു സംസ്ഥാനമെന്നാണ് അവകാശപ്പെടുന്നത് കേരളം എങ്കിൽ എന്തുകൊണ്ട് അയ്യന്റെ വിഷയത്തിൽ നമുക്കിന്നും യാതന അനുഭവിക്കേണ്ടി വരുന്നു? ഇവിടെ സന്ദീപ് വാചസ്പതിയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർജിയും ഒക്കെ അതിനെ സംബന്ധിച്ച് 3000 പേരുടെ നേരെയുള്ള കേസുകൾ, ഇത് ഇന്നും ഒരു SITക്കോ കോടതിയുടെ ഇത്രയും ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടും കുറ്റവാളികൾ എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നവരെല്ലാം ഇന്ന് അവരുടെ ഗേഹങ്ങളിൽ കഴിയുന്നുവെങ്കിൽ അതിനൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരവസ്ഥയുണ്ടെങ്കിൽ ചോദിക്കും, പറയും, വേണ്ടത് ചെയ്തിരിക്കും എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തിയായ NDA സഖ്യത്തിനും എൻ്റെ പ്രണാമം. ഇത് ഇന്നത്തെ ഈ വിശ്വാസ ജനസഭയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ്. മറ്റൊരു ലക്ഷ്യം, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഒരുപക്ഷെ ഒരു ആവേശം പിടിപ്പിക്കുന്ന, നിങ്ങളെല്ലാം ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കുന്ന ഒരു പ്രസംഗത്തിനല്ല ഞാൻ തയ്യാറെടുത്ത് വന്നിരിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ആധ്യാത്മിക വശത്തിന് പിന്തുണയേകുന്നതിന്, ഒരുപക്ഷെ എനിക്കറിയാം ഇന്നിവിടെ വന്നിരിക്കുന്ന ഈ ഒരു പ്രകടനം കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസ സമൂഹത്തിൽ വിവിധ രാഷ്ട്രീയ പക്ഷങ്ങളിൽപ്പെടുന്നവരുണ്ട്, പിന്തുണയ്ക്കുന്നവരുണ്ട്. പക്ഷേ അവരെ എല്ലാം കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന, അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികൾ, മാർക്സിസ്റ്റ് പാർട്ടി അടക്കം കോൺഗ്രസ് അടക്കം മനസ്സിലാക്കേണ്ടത് അവരൊന്നും ഞങ്ങളുടെ അയ്യന് മേലെ അല്ല. അയ്യൻ ശരണം, ഇത് വ്യക്തമായി എന്ന് ശ്രീമാൻ പിണറായി വിജയൻ നയിക്കുന്ന കേരള ഗവൺമെന്റ് മനസ്സിലാക്കുന്നുവോ? ഉറപ്പായിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വഴിക്ക് അദ്ദേഹത്തിന് പുതിയ അന്വേഷണത്തിന്റെ വഴി തെളിക്കാനുള്ള സൂചന
അതിലുണ്ട് എന്നുകൂടി അദ്ദേഹം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാവണം നമ്മുടെ ജനകീയ സമര മുന്നേറ്റം ഇനി ഉണ്ടാവേണ്ടത്. അതിന് പ്രാർത്ഥന മാത്രമാണ് മാർഗം. ഞാനിത് നമ്മുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ നിതിൻ നബീൻ ജിയോട് അദ്ദേഹം തൃശ്ശൂരിൽ വന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ സൂചിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഗോ അഹെഡ് സ്ട്രോങ് എന്നൊരു വാക്ക് തന്നതിൻ്റെ പുറത്താണ് ഞാനിത് രാജീവിനെ അറിയിച്ചതും മറ്റ് പാർട്ടിയിലെ അനൂപ് ആന്റണി അടക്കമുള്ള എല്ലാവരെയും ഈ വിവരം അറിയിക്കുന്നതും. അവര് നിശ്ചയിച്ചതിന് പ്രകാരം കാസർഗോഡ് തുടങ്ങി കളിക്കുള്ളവരെയും പണ്ട് 2018 ഒരു ഡിസംബർ 31 എൻ്റെ ഓർമ്മ. മണ്ഡലകാലത്തിനിടയ്ക്ക് തന്നെയാണ്, മകരവിളക്കിന് മുമ്പ് ശ്രീ കുമ്മനം രാജേട്ടൻ നയിച്ച ഒരു അയ്യപ്പൻ വിളക്ക് കേരളത്തിൽ ഒരു വലിയ ചങ്ങലയാണ് തീർത്തത്. വൈകാരികമായിട്ട് അത് വലിയ പിന്തുണയാണ് ശബരിമല തീർത്ഥാടകർക്കും വിശ്വാസികൾക്കും അത് പകർന്ന് നൽകിയത്. അതിനൊരു കാലം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ വന്നണഞ്ഞിരിക്കുന്നു. നമുക്കത് മകരവിളക്കിന് ചെയ്യാൻ സാധിച്ചില്ല, മണ്ഡലവിളക്കിന് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അയ്യന്റെ ജന്മദിനത്തിൽ പങ്കുനി ഉത്രത്തിൻ്റെ അന്ന് ഏപ്രിൽ 1-ാം തീയതി കേരളത്തിലെ എല്ലാ വിശ്വാസികളുടെയും, വിവിധ മതങ്ങളിൽ പെടുന്ന വിശ്വാസികളുടെയും വീടുകളിൽ ഒരു ചിരാത് തെളിഞ്ഞു നിൽക്കണം. ഇത് അയ്യന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അയ്യന്റെ വിശ്വാസികളെ നശിപ്പിക്കാൻ മുതിർന്നവർക്കുള്ള ചിതയൊരുക്കുന്ന അഗ്നിയാണെന്ന് ഈ ലോകത്തോട് നമുക്ക് വിളിച്ചു പറയുവാൻ സാധിക്കണം. വളരെ വൈകാരികമായ ഒരു ഇടപെടൽ ജനസമൂഹത്തിന് ഇതിൽ വേണം. ആ ജനസമൂഹത്തിന്റെ വൈകാരികമായ നിർവഹണത്തിന് ഭാരതീയ ജനതാ പാർട്ടിയും NDA സഖ്യം മുന്നിട്ടിറങ്ങണമെങ്കിൽ അതിന് തയ്യാറാണ് എന്ന് പറയുന്ന ഒരു സംയോജനമാണ് നിങ്ങൾ ഈ വേദിയിലെ ഈ രണ്ട് ഉദ്ദേശങ്ങളുടെയും പേരിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളമാകെ ഇത് തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലങ്കാനയിലും കർണാടകത്തിലും ഏപ്രിൽ 1-ാം തീയതി അയ്യൻ ജന്മ ജ്യോതി തെളിയും. കേരളത്തിലെ ഈ ദീപപ്രഭ മകരവിളക്കിന്റെ പ്രഭ പോലെ ലോകം മുഴുവൻ തെളിഞ്ഞ് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസി സമൂഹത്തോടാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഇതിന് രാഷ്ട്രീയമില്ല, ഇതിന് രാഷ്ട്രീയം പാടില്ല. നിങ്ങൾ നിശ്ചയിക്കണം. എൻ്റെ അയ്യൻ എന്നൊരു നിശ്ചയമുണ്ടെങ്കിൽ ആ അയ്യൻ ജ്യോതി ഭാരതമാകെ തെളിയണമെന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നത്തിലേക്ക് വരും കാലത്തിൽ ഇതൊരു ആചാരമായി മാറുന്ന തരത്തിൽ പങ്കുനി ഉത്രത്തിൻ്റെ അന്നൊരു ദീപജ്യോതി ഭാരതം മുഴുവൻ തെളിഞ്ഞു നിൽക്കുമെന്ന് പറയുന്ന പ്രക്രിയയ്ക്കുള്ള തുടക്കം കുറിക്കുന്നതാണ് രണ്ടാമത്തെ ഉദ്ദേശമായി ഒരുപക്ഷെ ഈ വേദിയിൽ നമ്മൾ ഇനി തുടങ്ങി വെക്കുവാൻ പോകുന്നത്. എൻ്റെ അയ്യപ്പ വിശ്വാസം എന്ന് പറയുന്നത് 2014 നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷമുള്ള വിശ്വാസമല്ല. 1973 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ ആദ്യമായിട്ട് ശബരിമല പുണ്യഭൂമിയിൽ കാലുകുത്തുന്നത് 1973 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതിനുശേഷം 50-ന് മേലെ തവണ മല ചവിട്ടിയിട്ടുള്ള പെരിയസ്വാമിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു അൻപ് സ്വാമിയാണ് ഞാൻ. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വൈകാരികമായി. അതിനെ ജാതീയമായി വിമർശിച്ച കോമരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് മതേതരത്തിന് വേണ്ടി പോരാടുന്നവർ. ഇതാണ് ജീവിതത്തിലെ വൈരുദ്ധ്യം. നമ്മളതൊന്നും പക്ഷേ ശ്രദ്ധിക്കേണ്ടതില്ല. എൻ്റെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് ഞാൻ അയ്യനെ കാണുന്നത്. അയ്യൻ എന്ന് പറയുന്ന വിളിയിൽ, അയ്യപ്പനല്ല, അയ്യൻ എന്ന് പറയുന്ന വിളിയിൽ ആ ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് അത് ഓരോ മലയാളിയുടെയും അവകാശമാണ്. അതിനെയാണ് നിരന്തരമായി സ്വർണത്തിന്റെ പേരിലും ചെമ്പിന്റെ പേരിലും മറ്റെല്ലാ കാര്യങ്ങളിലും അവിടെ വീഴുന്ന കാണിക്ക പണത്തിന്റെ കാര്യത്തിലായാലും അത് ബഹുമാന്യനായ, ഞാനത് പറയണമെന്ന് ഉദ്ദേശിക്കുന്നതല്ല എങ്കിലും സൂചിപ്പിക്കണം,
അവിടെ പമ്പയിലേക്ക് പുറന്തള്ളപ്പെടുന്ന മനുഷ്യ മാലിന്യത്തെ സംബന്ധിച്ച് എൻ്റെ സമുദായത്തിൻ്റെ ആദരണീയനായ നേതാവ് പറഞ്ഞ ചില വാക്കുകൾ അദ്ദേഹത്തിന് കൃത്യമായി അറിയുന്നതാണ്. പക്ഷെ അദ്ദേഹം ഒരു വ്യക്തമായ രാഷ്ട്രീയം അങ്ങ് മുന്നോട്ട് വെച്ചതാണോ എന്ന് മാത്രമേ ഞാൻ സംശയിക്കുന്നുള്ളൂ. ഇതൊക്കെ ആരാ ചെയ്യേണ്ടത്? ഇതിനൊക്കെ ആരാണ് വിശ്വാസികളിൽ നിന്ന് പണം ഇങ്ങനെ അങ്ങ് കൊയ്തെടുത്ത് വെച്ചിരിക്കുന്നത്? ഇതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം ഇത് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ? തെറ്റല്ല പറഞ്ഞത്. 2016 ശ്രീമതി വീണ ജോർജുമായി കേന്ദ്രത്തിൽ നിന്ന് വന്ന ഉമാഭാരതിജി നയിക്കുന്ന വാട്ടർ മാനേജ്മെന്റ് ടീം പത്തനംതിട്ടയിൽ അവലോകനത്തിന് വന്ന അവസരത്തിൽ അവരോടൊപ്പം ഈ പറയുന്ന സുവേജ് വേസ്റ്റ് വന്ന് ഭഗവാന്റെ ആറാട്ട് നടത്തുന്നതിന് വേണ്ടി കെട്ടിത്തിരിച്ചിട്ടുള്ള പമ്പയിലെ തന്നെ ഒരു കുളത്തിന് സമാനമായ കെട്ടിത്തിരിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രതലമുണ്ട്. അതിനും വടക്ക് വശത്താണ് ഇത് വന്ന് പുറന്തള്ളപ്പെടുന്നത്. പമ്പ ഒരിക്കലും തിരിഞ്ഞൊഴുകിയിട്ടില്ല, ഇനി തിരിഞ്ഞൊഴുകുകയുമില്ല എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും പമ്പയിൽ വന്ന് നീരാടുന്ന ഭക്തജനങ്ങൾക്കോ അയ്യനോ ഈ മാലിന്യം ഒന്നും തൊടുകയില്ല. അതിൻ്റെ ഒരു അംശം പോലും ആ ജലത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഞാനിവിടെ വളരെ വ്യക്തമായി നിങ്ങളെ അറിയിക്കുകയാണ്. അങ്ങനെ ഒരു വേദന നമുക്ക് വേണ്ട. പക്ഷെ എങ്കിലും ഇതങ്ങനെ പമ്പയിലേക്ക് തള്ളപ്പെടേണ്ടതാണോ എന്നുള്ള വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം സംസ്ഥാന നേതൃത്വം ഇതിനെ സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും പദ്ധതി വരുന്നതിന് വേണ്ടി ഉള്ള ശ്രമം ഞാൻ നടത്തുമ്പോൾ ശക്തമായ പിന്തുണ ആ ആവശ്യത്തിലേക്ക് ഉണ്ടാവണമെന്ന് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കത് NSSന് സമർപ്പിക്കാൻ സാധിക്കണം ആ വിജയം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഏപ്രിൽ 1-ാം തീയതി കേരളത്തിലെ മുഴുവൻ വിശ്വാസികളുടെയും വീടുകളിൽ പറ്റിയാൽ കാലത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ വൈകുന്നേരം ഹരിവരാസനം ആലപിക്കുന്നത് വരെ ഉറപ്പായിട്ടും ഈ ചിരാത് തെളിഞ്ഞു നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ ദീപം കൊളുത്തേണ്ടിയിരുന്നത് കാസർഗോഡാണ്. പക്ഷേ രാജീവും സന്ദീപ് വാചസ്പതിയും കൂടാണ് തീരുമാനിച്ചത് ഇത് അയ്യപ്പൻ്റെ അപ്പൻ്റെ മണ്ണാണ് ചെങ്ങന്നൂർ, ഇതിവിടെ നിന്ന് തുടങ്ങണമെന്നുള്ളത് ആഗ്രഹിച്ചതും പ്രാവർത്തികമാക്കിയതും സന്ദീപ് വാചസ്പതിയും. അതിന് പൂർണ്ണമായ പിന്തുണയാണ് ശ്രീ രാജീവ് നൽകിയിട്ടുള്ളത്. ഞാനതിൽ വളരെ ഹൃദ്യമായി കണ്ണിൽ നനവണിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പദ്ധതിക്ക് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടും അനുഗ്രഹത്തോടും ഐശ്വര്യപൂർണമായ നിമിഷമായിരിക്കണേ ഇതെന്ന് പ്രാർത്ഥനയോടെ ആദ്യ തിരി ഇവിടെ തെളിയിക്കുവാൻ പോകുന്നത് എല്ലാ വിഷയങ്ങളിലും വളരെ അഡ്മിനിസ്ട്രേഷനിലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകണമോ അതിന് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനിടയ്ക്കാണ് ഈ ഏപ്രിൽ 1 വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ ഇടപെടൽ ആ ദിവസം വിശ്വാസ സമൂഹത്തിനിടയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇത് വിശ്വാസികളുടെ അവകാശമായി, വിശ്വാസികളുടെ മാത്രം ആചാരമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അയ്യനെ കുറിച്ച് സംസാരിക്കാൻ ഇനിയും നമുക്ക് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഒരുപാട് അവസരങ്ങളുണ്ടാവും. അയ്യന്റെ കാര്യത്തിൽ പുതിയ നിശ്ചയങ്ങൾ കുറിക്കുന്നതിന് നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ സാധിച്ചാൽ അതിനുള്ള വഴിയും അതിനുശേഷം ഒരുങ്ങുന്നതായിരിക്കും. നല്ല നിശ്ചയങ്ങളിലേക്ക് കേരളത്തിലെ സമ്മതിദായകർക്ക് എത്താൻ സാധിക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥനയും ആ ദീപജ്യോതി തെളിഞ്ഞു നിൽക്കുമ്പോൾ ഉണ്ടാവും. നാമജപം ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജനസഭ, വിശ്വാസ ജനസഭ ഇവിടെ തുടങ്ങി വെച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ.